ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ട് വെക്കും? ഹേ ഹായ് ഹലോ, എൻ്റെ പേരിടാത്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 3 പേര് കൂടി എക്കോ സിനിമ കാണാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ ഒരുങ്ങി, ഇതേ താഴെ ഒരാളും കൂടി വന്ന് ഒരുങ്ങി ഇരിപ്പുണ്ട്. എങ്ങനെ ഇരിക്കണം? ഞാനവിടെ എല്ലാവരും ചിരിച്ചേ. അപ്പം ഞങ്ങൾ 2 പേരും ഒരുങ്ങിക്കഴിഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്തിട്ടും 3ാമത്തെ ആൾ വന്നില്ല. അപ്പം ഞാൻ അങ്ങോട്ട് റൂമിൽ പോവുകയാണ്. നീയാണോ? അതെ, ഞാനാണ്. അപ്പൊ ഇത് അവളുടെ ക്ലോസ് ഫ്രണ്ട് ബെൻസു. ഇതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എന്നോട് മുടി ഉണക്കാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ്, മുടിയെല്ലാം ഉണക്കി ഞങ്ങൾ 3 പേരും താഴെ വന്നിരിക്കുകയാണ്. വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ താഴെ. എഴുപത്തൊമ്പതാണോ? ഈ റീല് വേണം എനിക്ക്. ഇതിന്റെ ഒരു വീഡിയോ എടുത്തു തന്നെ. സ്വാഭാവികം. ഈ പാട്ടിന് എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. അതങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ട്രെൻഡിങ് റീൽ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് അതപ്പ ചെയ്യണമെന്ന് പറയും. പക്ഷേ അത് ചെയ്യാനേ പോകുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. എവിടെയാണ് സ്ഥലം പറഞ്ഞില്ല അല്ലേ? വേറെ എവിടെയെല്ലാം വെൽക്കം മാളാണ് ദോഹയിലുള്ള. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സ്ഥലം കുറച്ച് മാറിപ്പോയി. എൻട്രൻസിൽ തന്നെ ഇറങ്ങണമായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. കാണാൻ നല്ല രസമാണ് നടന്ന് പോകാനൊക്കെ. കുറേ പേര് അവിടെ ഡ്രിങ്ക്സും ചായ കുടിച്ചിരിക്കുന്നുണ്ട്. കുറേ സ്പേസൊക്കെ ഉണ്ട് ഇരിക്കാനുള്ള. ഞങ്ങളീ പോയത് സാറ്റർഡേ ആയിരുന്നു. വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരില്ല കേട്ടോ. നമ്മുടെ ഈ പേരിടാത്ത ചാനലിൽ ഇത് 2ാമത്തെ വീഡിയോ ആണ് കേട്ടോ, ലോങ് വീഡിയോ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് അറിയാത്തത് കൊണ്ട്, സംസാരിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് വലിയ പിടുത്തമില്ല എന്താ സംസാരിക്കേണ്ടതെന്ന്. ചെറിയൊക്കെ ഉണ്ട്. എവിടെയാണോ മേലെ ഇത് പോപ്കോണിന്റെ ഫോട്ടോ. അപ്പൊ മേലെയല്ലേ അത്? ഈ വണ്ടിക്കട പോവാ. നടക്കണ വഴി കൂടെ വണ്ടി വിളിച്ച് കളിക്കുന്നത് വായി നോക്കി. അതെ അതെ ഓക്കെ ഓക്കെ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. അങ്ങനെ നമ്മൾ മേലെ എത്തിയിട്ടോ, മേലത്തെ ഫ്ലോറിൽ. ഇത് ഡെയ്സോ ജപ്പാനിലെ കുറേ നല്ല ക്യൂട്ട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അവിടെ കയറാമെന്നൊക്കെ വിചാരിക്കുന്നു. ചുമ്മാ മേടിച്ചില്ലെങ്കിൽ കാണുമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ വലിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, AC പാർക്ക്. അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഐ ലവ് ഖത്തർ എന്നൊക്കെ. ഇതാണ് കേട്ടോ നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം, ഫ്ലിക്സ് സിനിമാസ് കേട്ടോ. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്, കുറേ അധികം നടക്കാനുണ്ട് കേട്ടോ. കുറച്ചൊന്നും അല്ല, കുറേ കിലോമീറ്ററുകളോളം നടക്കണം കേട്ടോ അവിടെ എത്തണമെങ്കിൽ. ഇനിയും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല വഴി. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്ലിക്സ് സിനിമാസിൽ. ഇവിടെ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ, എന്നിട്ട് അകത്ത്. അതെല്ലായിടത്തും അങ്ങനെയാണല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളവിടെ എത്തി. കുറേ നടന്നതിന് ശേഷം അവിടെ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, ഇവിടെ ദേക്കോന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് പോസ്റ്റർ. പിന്നെ അതിൻ്റെ അപ്പുറം വലിയൊരു സ്ക്രീൻ ഉണ്ട്. അത് ഞാൻ കാണിക്കാൻ വേണ്ടി ഓടി വന്നപ്പോഴത്തേക്കും ആ സ്ക്രീൻ മാറി വേറെ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ പോസ്റ്ററായിട്ടോ. ടിക്കറ്റ് എല്ലാം എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഓർത്തത് ഒന്നും കഴിക്കാണ്ട് എങ്ങനെയാണ് തിയേറ്ററിലൊക്കെ ഇരുന്ന് സിനിമ ആണ്. അപ്പോൾ ക്യാരമലിൻ്റെയും ചീസിൻ്റെയും ഈ പോപ്കോൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും മിക്സ് ചെയ്ത് വാങ്ങിയത്. ഈ വലിയ പാക്കിലാട്ടോ വാങ്ങിയത്. അത് ഞങ്ങൾ ഫുള്ളൊന്നും കഴിച്ച് തീർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതിൻ്റെ കാൽഭാഗം ഞങ്ങൾ അത്രയും വലിയ പാക്കായിരുന്നു. അങ്ങനെ അത് മേടിച്ചു. പിന്നെ 2 പേർക്ക് 2 കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അയാൾ എടുക്കണ സമയം കൊണ്ട് നമ്മൾ വേറൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചു. അത് വേറൊന്നുമല്ല, ഫാഷൻ ഷോ ആണ് ഉദ്ദേശിച്ചത്.
നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. അല്ലെങ്കിൽ വേണ്ട. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് 2 കോഫിയും പിന്നെ ഒരു ജ്യൂസാണ് ഒരാൾ കുടിക്കണേ കേട്ടോ. അപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ തിയേറ്ററിലേക്ക് പോവാണ്. യെസ്, ഇവിടെ ആരും സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി. ആരാണ് നിങ്ങൾ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഇറ്റയും കൂടിയും കഴിഞ്ഞതോടുകൂടി സിനിമയും അവസാനിച്ചിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം സിനിമയായിരുന്നു. ഞങ്ങൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ആ പട്ടി ഷോ അങ്ങ് അവസാനിച്ചപ്പോൾ അടുത്ത ഷോ തുടങ്ങി കേട്ടോ. ഇതാണ് കേട്ടോ റെസ്റ്റ് റൂമിൽ കയറി കഴിഞ്ഞുള്ള അവസ്ഥ. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. ആരാത്? ഇതാണ് നീ പറഞ്ഞ പേഷ്യന്റ്. അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ അസുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റ്. അങ്ങനെ വീണ്ടും നടക്കുകയാണ് തിരിച്ച്. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഡെയ്സോ ജപ്പാൻ ഓർക്കുന്നുണ്ടല്ലോ, അവിടെ കയറാമെന്ന് വിചാരിച്ചു. അവിടെ കയറി കുറേ സാധനങ്ങൾ കണ്ടു കേട്ടോ. നല്ല ചെറിയ ചെറിയ സാധനങ്ങൾ, എല്ലാത്തിനും ഒരുമാതിരി നല്ല ക്യാഷൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം 1-2 സാധനമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ ആകെ കേട്ടോ. എന്നാലും ചുമ്മാ കാണാൻ നല്ല ഭംഗിയാണ്, ഒന്നും എടുത്തില്ലെങ്കിലും. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പുള്ളി അവിടെ നിന്ന് ബബിൾസ് വിട്ടുകൊണ്ടിരിക്കുകയാണ് നൈസായിട്ട്. നമ്മളും അവിടെ പോയി കുറേ നേരം വാങ്ങി പിടിച്ചിരുന്നു. All the dreams like single stars. അപ്പോൾ അത് അവസാനിക്കുമ്പോൾ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അവിടെ താഴെ ഒരു ക്യാരിഫോർ കണ്ടായിരുന്നു മേലേക്ക് വന്നപ്പോൾ. അപ്പോൾ അവിടെ കയറി കുറേ വെജിറ്റബിൾസൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. വില നോക്കാമെന്ന് കരുതി കയറിയതാണ്. പക്ഷേ ഫ്രൂട്ട്സിനെല്ലാം നല്ല വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോൾ ബ്ലൂബെറി, സ്ട്രോബെറിക്കൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് വന്നു കേട്ടോ പറഞ്ഞ് വീഡിയോ നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ പിന്നെ നിർത്തി വെച്ച് അവിടെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ.
നോർമലി നമുക്ക് കുറച്ച് സാധനങ്ങൾക്കൊക്കെ പൈസ കൂടുതലായിരിക്കുമല്ലോ. ഈ ബ്രോക്കോളി, ബ്ലൂബെറി, സ്ട്രോബെറി അങ്ങനെ ഐറ്റംസൊക്കെ അതൊക്കെ അവിടെ നല്ല വിലക്കുറവ്, അതായത് പകുതി വിലക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നെന്തോ ഓഫർ ഉണ്ടായിരുന്നു, നമ്മളത് അറിയാണ്ട് ചെന്ന് കയറി. അങ്ങനെ പിന്നെ ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ കുറച്ചങ്ങ് നടന്ന് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു പൂക്കളും കുറേ ചായ ഒടിച്ചിരിക്കുന്ന സ്പേസൊക്കെ. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ പോകുന്നതൊന്ന് കഴിക്കാൻ കയറാമെന്ന് കരുതി. മക്ഡൊണാൾഡ്സ് ആണ് സത്യം പറഞ്ഞ ഇത്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും, ഈ ബർഗർ, ഫ്രൈഡ് ചിക്കൻസ് ഒന്നും കഴിക്കാൻ കയറിയതല്ല. ജസ്റ്റ് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ വെജാണ്. അപ്പം ഫ്രൈസ് വിത്ത് ചീസ് ഇട്ടിട്ടുള്ള ചീസ് ഫ്രൈസ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അതും എന്തെങ്കിലും ഡ്രിങ്ക്സോ കഴിക്കാമെന്ന് കരുതി കയറി. അങ്ങനെ അതെല്ലാം സെലക്ട് ചെയ്ത് അവിടെ ഇരുന്നു. സാധനം വന്നു, ഞങ്ങൾ കഴിച്ചു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോയത് കേട്ടോ. വല്ല വിധേനും വീട്ടിൽ എത്തിയാൽ മതിയായിരുന്നു. ആയിഷടാ, ആ വാടാ വിടറാ, നീലട എന്നെ കുടിപ്പിച്ചത് മുഴുക്കീടമേ. നടക്കടാ, ഫോളോ മീ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഗായ്സ്, നമ്മുടെ യൂബർ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പുതിയ വീഡിയോകളായും ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.